ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങ തോരൻ ഉണ്ടാക്കാം. അതെങ്ങനെ തയ്യാറാക്കാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി ചെറിയ പീസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ഞാൻ പീച്ചിങ്ങ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചെറിയൊരു സവോളയും ഒരു 2-3 പച്ചമുളക്, കറിവേപ്പില, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടിയിട്ടുണ്ട്. 2 പിടി തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പകുതി സവോളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പീച്ചിങ്ങ നമ്മൾ പൊള്ളിച്ചും അതുപോലെ മെഴുക്ക് പുരട്ടിയൊക്കെ ആയിട്ടല്ല കഴിച്ചിരിക്കുന്നത്. അപ്പോൾ തോരനാക്കിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കണം. ആവിയിലിത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ പീച്ചിങ്ങ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ആ 2 പിടി തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. വളരെ ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു പീച്ചിങ്ങ തോരനാണ്. മെഴുക്ക് പുരട്ടിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അതൊരു വെറൈറ്റി ഐറ്റം ആയിരിക്കും. മീൻകറി ഉണ്ടെങ്കിൽ മീൻകറിയുടെ കൂടെ നമ്മൾ ചോറിൻ്റെ കൂടെ സൈഡായിട്ടൊക്കെ ഈ തോരൻ ഉപയോഗിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്താണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.